ഇന്ന് നമ്മൾ ഡിജിറ്റൽ BP മോണിറ്ററിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നല്ല, 2 പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. രണ്ടും എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു ബ്ലഡ് പ്രഷർ മോണിറ്റർ ഞാൻ വാങ്ങിയത്, അല്ലെങ്കിൽ നമുക്കത് എന്തിനാണ് ശരിക്കും യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, എനിക്ക് കിഡ്നി ഫെയിലിയർ സംഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡയാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് എനിക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യുകയും അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതായാലും ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്ലഡ് പ്രഷർ അധികമാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് വേണ്ട മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വരും. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തതിന് ശേഷമാണ് മിക്കപ്പോഴും നമ്മൾ ആ മരുന്ന് എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഡോസിൻ്റെ കാര്യങ്ങൾ കുറേ കൂടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതായാലും അത്തരത്തിൽ BP ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിജിറ്റൽ BP മോണിറ്റർ വീട്ടിലേക്ക് വാങ്ങി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാം, നഴ്സുമാരാണ് വന്നിട്ട് നമ്മുടെ BP ഒക്കെ ചെക്ക് ചെയ്യുന്നത്. മാനുവലിയാണ് അവരത് ചെയ്യുന്നത്. വീട്ടിലും നമുക്ക് അത്തരത്തിൽ BP ചെക്ക് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അതിന് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ടാണ് ഡിജിറ്റൽ BP മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ സ്വിഗ്മോ മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നഴ്സുമാർ മാനുവലി ചെക്ക് ചെയ്യുന്നതും ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അക്യുറസിയുടെയാണ്. മാനുവലി ചെക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമുക്കത് കൂടുതൽ കറക്റ്റായിട്ട് റീഡിങ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരൊറ്റ തവണ ഒരു സൈക്കിൾ റൗണ്ട് എടുത്ത് വരുമ്പോൾ തന്നെ എടുക്കുന്ന റീഡിംഗ് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേരിയേഷൻസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് എലിമിനേറ്റ് ചെയ്യാനുള്ള വഴികളുമുണ്ട്. നമുക്കതിലേക്ക് പിന്നീട് വരാം. ഞാനിത് വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലൊരു ഡിവൈസ് വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. BP വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ BP ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ BP ചെക്ക് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. BP ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യാറുണ്ട്, നമ്മൾ ഇരുത്തി ചെക്ക് ചെയ്യാറുണ്ട്, നമ്മൾ ചിലപ്പോൾ നടന്നു കഴിഞ്ഞ് വന്ന ഉടനെ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെക്ക് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ഏതായാലും മോസ്റ്റ് കോമൺ ആയിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടും റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇരുന്നുകൊണ്ടുള്ള ഒരു നോർമൽ റെസ്റ്റിംഗ് പൊസിഷനിൽ നമുക്ക് എടുക്കുന്നൊരു BP ആണ്. നമ്മൾ BP ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സീറ്റിൽ ചെന്നിട്ട് ഇരിക്കുക, ഒരു അപ്രൈറ്റ് പൊസിഷനിൽ. എന്നാൽ തന്നെ നല്ല റെസ്റ്റ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ കാമായിട്ട് വേണം അവിടെ ഇരിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ബലം പിടിച്ച് ഇരിക്കുന്ന പരിപാടിയൊന്നുമല്ല. അതിനുശേഷം നമ്മുടെ കൈ നമ്മൾ നിവർത്തി പിടിക്കണം. അതിലേക്കാണ് നമ്മൾ കഫ് കണക്ട് ചെയ്യുന്നത്. കൈ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു അതേ അളവിൽ വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ റീഡിങ് കുറേ കൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കഫ് ധരിക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അതിൽ ആർട്ടറി പറയുന്ന സെക്ഷൻ നമ്മുടെ കയ്യിലുള്ള ആർട്ടറി വെയിൻ പോകുന്ന അതേ ഡയറക്ഷനിലായിരിക്കണം. അതെവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും ഇമേജ്. എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ, എന്ന് വെച്ച് വലിച്ചു മുറുക്കണം അങ്ങനെയല്ല, അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കഫ് കണക്ട് ചെയ്യുക. അതിനുശേഷം അത് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് റീഡിങ് എടുക്കാം. അപ്പോൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു നോർമൽ നമ്മുടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ബലം പിടിക്കാനോ ഒരുപാട് മൂവ് ചെയ്യാനൊക്കെ ചെയ്യാതെയൊക്കെ ഇരുന്നാൽ ബെറ്ററായിട്ട് അക്യുറേറ്റ് ആയിട്ട് റീഡിങ് കിട്ടും. അതുപോലെ തന്നെ ഡിജിറ്റൽ BP മോണിറ്റർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബുക്ക് കിട്ടും, അതായത് ഒരു ഗൈഡ് ബുക്ക്. ആ ഗൈഡ് ബുക്ക് എന്തായാലും തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനും വാങ്ങിച്ച സമയത്ത് അങ്ങനെ വായിച്ചൊന്നും നോക്കിയില്ല. കൂടെ കിട്ടുന്ന ഗൈഡ് ബുക്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാണ് BP എടുക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കിലും ഉണ്ടാവും. ഡിഫറെൻറ്റ് BP മോണിറ്ററിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് മെത്തേഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിജിറ്റൽ BP മോണിറ്ററൊക്കെ വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ തവണ റീഡിംഗ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഡിജിറ്റൽ BP മോണിറ്ററിൽ ചിലപ്പോൾ വേരിയേഷൻസ്, ചിലപ്പോൾ റോങ് റീഡിങ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ തവണ BP എടുക്കുക എന്നുള്ളതാണ്. BP എടുക്കുമ്പോൾ കാണിക്കുന്ന റീഡിങ്സ് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ 5 mmGയിൽ കൂടുതൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ റീഡിങ്ങിന് എന്തോ പെശകുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റീഡിങ് എടുക്കുക. അങ്ങനെ ഏറ്റവും അടുത്ത് റീഡിങ് വരുന്ന ആ ഒരു ആവറേജാണ് നിങ്ങളുടെ ഒരു BP ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഡിവൈസ് ഏത് വേണം എന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ആദ്യം വാങ്ങിച്ചത് അഗാരോൻ്റെ ഡിജിറ്റൽ BP മോണിറ്ററാണ്. ഈ ഡിജിറ്റൽ BP മോണിറ്റർ തന്നെയാണ് ഞാൻ ഇപ്പോഴും മെയിൻലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ട് തന്നെ നല്ലോണം ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഡിവൈസ് ആണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്യുറസിയുടെ കാര്യത്തിൽ എനിക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ആദ്യമൊക്കെ നല്ലോണം റോങ് റീഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നിൽ കൂടുതൽ തവണ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ ഒരു ഇഷ്യൂ ഇതിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ രണ്ടാമത് വാങ്ങിച്ച ഡിവൈസാണ് ഒമ്രോണിൻ്റെ ഡിജിറ്റൽ BP മോണിറ്റർ.
ഈ ഡിവൈസ് എന്ന് പറയുന്നത് ആദ്യത്തിൽ എനിക്ക് റോങ് റീഡിങ്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒരു ഫൺ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മോസ്റ്റ് റെക്കമെൻഡഡ് ബ്രാൻഡ് ബൈ ഡോക്ടേഴ്സ് എന്നിവർ കവറിൽ എഴുതിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഏതായാലും ഇവരുടെ റീഡിങ്ങും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫീച്ചർ വൈസ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗാരോൻ്റെ ഡിജിറ്റൽ BP മോണിറ്ററിന് ഒരു കഫ് കണക്ട് ചെയ്യാനുള്ള സെക്ഷനുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പീക്കറുണ്ട്. സ്പീക്കറിൽ മ്യൂസിക്കും വരും. അതുപോലെ നമ്മുടെ BP റിസൾട്ട് അവർ വിളിച്ച് പറയുകയും ചെയ്യും. പിന്നെ ഇതിന് 4 AAA ബാറ്ററീസാണ് വേണ്ടത്. എൻ്റെ ഒരു അനുഭവത്തിൽ ബാറ്ററി പെട്ടെന്ന് ഡിപ്ലീറ്റ് ആയി പോകുന്ന ഒരു ഫീൽ എനിക്കുണ്ടായി ഈ ഒരു ഡിജിറ്റൽ BP മോണിറ്ററിൽ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് ഇതിനുള്ളൊരു USB സപ്പോർട്ടാണ്. ടൈപ്പ് C ഒന്നുമല്ല, നമ്മുടെ നോർമൽ USB ആണ്. അപ്പോൾ അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് BP ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു പോർട്ടബിൾ ചാർജർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആ പോർട്ടബിൾ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ BP ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഈ USB നമുക്ക് ചാർജറിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുവഴി സാധിക്കും. പോർട്ടബിൾ ചാർജർ കൂടി ഉണ്ടെങ്കിൽ ട്രാവലിങ്ങിലും നമുക്ക് ബാറ്ററിയുടെ യൂസേജ് വരുന്നേയില്ല. പിന്നെ സൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈലൻ്റ് ആക്കാൻ പറ്റും. ഓരോ തവണയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റ് എന്ന് പറയുന്ന സ്വിച്ചിൽ ഫസ്റ്റ് സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈലൻ്റ് ആക്കാനുള്ള ഫീച്ചർ വരും. സൗണ്ട് സൈലൻ്റ് ആവും. അതിനുശേഷം നമ്മൾ BP ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇതിൽ മെമ്മറി ഫീച്ചറുണ്ട്. പിന്നെ അതുപോലെ തന്നെ BPയുടെ ഒരു ചാർട്ട് ഇവിടെ റെഡ്, യെല്ലോ, ഗ്രീൻ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ ഒരു അളവ് നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇരിക്കുന്നതിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് വരുമ്പോൾ കഫിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുമ്പോൾ അപ്പോഴൊക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻസ് വരും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ. അങ്ങനെ നമുക്ക് എന്താ പറയുക കുറേ ഇൻഫർമേഷൻസ്, നല്ല കുറേ ഇൻഫർമേഷൻസ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇവർ കാണിക്കുന്നുണ്ട്. എനിവേ എല്ലാ സംഭവമൊന്നും എനിക്കിതുവരെ കണ്ടിട്ടില്ല. ഞാൻ മൂവ് ചെയ്ത സമയത്ത് ഒരു എറർ കാണിച്ചിട്ടുള്ള സംഭവമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ വലിയ സംഭവങ്ങൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കഫിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ തന്നെ എങ്ങനെയാണ് ഇത് നമ്മൾ കയ്യിൽ കെട്ടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്താണെങ്കിലും എങ്ങനെയാണ് എവിടെയാണ് ഈ സെക്ഷൻ വരേണ്ടത് എന്നെല്ലാമുള്ള ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഒമറോൺ ഡിവൈസിൻ്റെ കൂടെ വന്നിട്ടുള്ള കഫിലും അതുപോലെ തന്നെയാണ്. കഫിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കഫാണ്. ഇത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലും നല്ലൊരു ഫീലും ഉള്ളൊരു കഫാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒമറോണിൻ്റെ ഡിവൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം ഒറ്റ ബട്ടണാണ്. മറ്റേതിലുള്ള പോലെ 3 ബട്ടണൊന്നുമില്ല. പിന്നെ ഇതിലങ്ങനെ പ്രത്യേകിച്ച് സ്പീക്കർ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പേ ഉള്ളൂ. പിന്നെ അതുപോലെ BP കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ ഇവർ പറയുന്നത് ഇൻ്റലിസെൻസ് എന്നാണ്. മാനുവലി ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് അധികം പ്രഷർ വരാത്ത രീതിയിൽ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ BP ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈക്ക് ഡിസ്കംഫർട്ട് വരാതെ കൃത്യമായിട്ട് പ്രഷർ കൊടുക്കുകയും അങ്ങനെ BP ചെക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഇൻ്റലിജൻറ്റ് സംവിധാനം ഇതിലുണ്ട് എന്നുള്ളതാണ് ഇൻ്റലിസെൻസ് എന്ന് പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കഫ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് ലൂസ് ആണെങ്കിലും ഈ ഒരു ഡിവൈസ് അത് കൃത്യമായിട്ട് ഇതിൽ കാണിക്കും. ടൈറ്റ് ആണെങ്കിലും അത് ഇതിൽ കാണിക്കും, ഡിസ്പ്ലേയിൽ കാണിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒമറോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൽ 4 ബാറ്ററികൾ തന്നെയാണ്. പക്ഷേ 4 AA ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഡിവൈസിൽ AAA ബാറ്ററി ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ ഇതിലാണെങ്കിൽ AA ബാറ്ററിയാണ് 4 എണ്ണം വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ, അതായത് പ്രൊഡക്റ്റ് വന്ന പെട്ടിയിൽ പറയുന്നതനുസരിച്ചിട്ട് അതിൽ ബാറ്ററി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ബാറ്ററി എന്തായാലും ഇതുവരെ വലിയൊരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തില്ല. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കംഫോർട്ട് ഏറ്റവും ബെറ്റർ USB ആയതുകൊണ്ട് ഞാൻ ആ ഡിവൈസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബാറ്ററി മാത്രമാണ് ഈ ഡിവൈസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എപ്പോഴും ഒരു ബാറ്ററി ബാക്കപ്പ് നമ്മുടെ കയ്യിൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് ഈ ഡിവൈസിൽ വളരെയധികം ഫീൽ ചെയ്തു. പക്ഷേ റീഡിങ്ങിൻ്റെ കാര്യത്തിലും ഇപ്പോൾ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് എൻകറേജ് ചെയ്യുന്നൊരു ഡിവൈസ് എന്നുള്ള നിലയിലും എല്ലാം കൊണ്ടും എനിക്ക് ഒമറോൺ കുറേ കൂടി ബെറ്ററായിട്ട് തോന്നി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒമറോണും ഈ പറഞ്ഞ അഗാരോ ഡിവൈസും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി കോമ്പാക്റ്റാണ്, ഇത് കുറച്ചുകൂടി സ്മോളാണ്. പക്ഷേ ഈ ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഫീൽ ചെയ്യുന്നൊരു ഡിവൈസാണ്. ഡിവൈസ് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൂടെ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു പൗച്ച് കിട്ടുകയാണെങ്കിൽ ഇത് വളരെയധികം ഉപകാരമായിരിക്കും. ഒമറോണിൻ്റെ ഈ ഒരു ഡിവൈസ് വാങ്ങിച്ചപ്പോൾ എനിക്കിതിൻ്റെ കൂടെ ബാഗോ അല്ലെങ്കിൽ പൗച്ചോ ഒന്നും കിട്ടിയില്ല.
ജസ്റ്റ് ഈ ഒരു ബോക്സിലാണ് ഈ ഡിവൈസ് വന്നത്. പക്ഷേ അഗാരോൻ്റെ ഈ ഡിവൈസ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ ഒരു ബാഗ്. ഏതായാലും ഇപ്പോൾ ഇത് കുറേ നാളായി ബാഗ്, പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ കഫും വെക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിവൈസും വെക്കാൻ പറ്റും. പിന്നെ ബാറ്ററി 4 എണ്ണം സ്പെയർ ഉള്ളതും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് സിബ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഹോൾഡറുണ്ട്, നമുക്കിതിങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനോ ഒക്കെ പറ്റും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാനിത് യൂസ് ചെയ്യുന്നതിനായിട്ടൊരു പോർട്ടബിൾ ചാർജർ യൂസ് ചെയ്യുന്നുണ്ട്. നിലവിൽ വലിയ ചാർജിങ് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഞാൻ ഈ പൗച്ചിലിട്ടുകൊണ്ട് നടക്കുന്നത്. ഇതിൽ ഇവർ കൃത്യമായി അറിഞ്ഞു തന്നാണോ എന്നറിയില്ല, നമുക്ക് ഈ പൗച്ചിൽ ബാറ്ററി ഇടാനായിട്ട് ഈ ഒരു പോർട്ടബിൾ ചാർജർ ഇടുന്നതിനായിട്ട് കൃത്യമായിട്ട് സ്പേസ് ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കൊണ്ട് നടക്കാൻ, ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ഡിജിറ്റൽ BP മോണിറ്ററിൽ ഫസ്റ്റ് റിസൾട്ട് മിക്കവാറും റോങ് ആവാനുള്ള സാധ്യതയുമുണ്ട്. ഞാൻ പലപ്പോഴും ഒന്നിൽ കൂടുതൽ തവണ ചെക്ക് ചെയ്യാൻ പറ്റുമ്പോഴേക്കും ഒന്നിൽ കൂടുതൽ തവണ ചെക്ക് ചെയ്യും. എന്നിട്ട് ഏറ്റവും അടുത്തടുത്ത് വരുന്ന റിസൾട്ടുകളിൽ ഒരു ആവറേജ്, ഒന്നിൽ കൂടുതൽ തവണ ചെക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കറക്റ്റ് അക്യുറേറ്റുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. ഇനി ഒരു വാൽക്കഷ്ണം കൂടി പറയണം. ഇപ്പം എൻ്റെ കിഡ്നി ഫെയിലിയറിനെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾക്കിത് ഉണ്ടായെന്നുള്ളത്. ഓർഗൻ ഫെയിലിയറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില ധാരണകളുണ്ട്. അയാളുടെ ഓർഗൻ ഫെയിലിയർ ആവാനുള്ള പ്രധാന കാരണം ഒരു പക്ഷേ മദ്യപാനമായിരിക്കാം, പുകവലിയായിരിക്കാം, അതോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു ദുശ്ശീലമോ അല്ലെങ്കിൽ തെറ്റായ ഒരു ലൈഫ് സ്റ്റൈലോ കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതെന്നാണ്. എനിക്കുണ്ടായിരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസാണ്. അതായത് കാലക്രമേണ ഇവഞ്ച്വലി നമ്മുടെ കിഡ്നി എങ്ങനെയായാലും ഫെയിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു ക്രോണിക് ചേർത്ത് വരുന്ന മിക്ക ഹെൽത്ത് ഇഷ്യൂസിനും ആ ഒരു പ്രത്യേകതയാണുള്ളത്. അത് കാലക്രമേണ വർദ്ധിച്ച് അത് ഒരു നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് എത്തും. എനിക്ക് ദുശ്ശീലം കൊണ്ടുണ്ടായിട്ടുള്ളതല്ല, കാരണം ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, അങ്ങനെയുള്ള ദുശ്ശീലങ്ങളൊന്നുമില്ല. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡയാലിസിസ് ടൈമിൽ ഞാൻ കണ്ട ഡോക്ടർ എനിക്ക് തന്ന ബുക്കാണിത്. ഈ ബുക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ സ്ഥായിയായ വൃക്കരോഗം എന്ന് പറഞ്ഞാൽ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം ആദിയായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വൃക്കകളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതാണ് എന്നാണ്. അതായത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോകാം. അപ്പോൾ നമുക്കത് അറിയണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം എനിക്ക് ഷുഗറൊന്നും ഉണ്ടായിരുന്നില്ല, ഇനി പ്രഷർ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ല. കാരണം ആ സമയത്തൊന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ പോയി ചെക്ക് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ലല്ലോ. നോർമലി പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോഴൊന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടുമില്ല. ഡോക്ടേഴ്സ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, എൻ്റെ കിഡ്നിയെ കവർ ചെയ്യുന്ന ഒരു ലെയർ, ഒരു ലെയർ അതിന് ഡിറ്റീരിയറേഷൻ സംഭവിക്കുകയും കിഡ്നി ചുരുങ്ങുകയും ചെയ്തു എന്നുള്ളൊരു സംഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവഞ്ച്വലി കിഡ്നി ചുരുങ്ങുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനവും നിലയ്ക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്കാണ് ഞാൻ പോയത്. സോ ഓർഗൻ ഫെയിലിയർ എന്ന് പറയുന്നത് അത് ഒരാളുടെ എപ്പോഴും ഒരു ദുശ്ശീലം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ജനറ്റിക്കലി സംഭവിക്കാം, അതല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് സംഭവിക്കാം. ഇനി നമ്മുടെ ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെയും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ട് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, വിഷമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി നമ്മുടെ ഓർഗൻസ് ഫെയിൽ ആവാറുണ്ട്. എപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കുക, നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഡിവൈസ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.